ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഇന്നൊരു അത്യാവശ്യം ഉണ്ടായിട്ട് പൊന്നിയോട്ട് കാണാനുമില്ല. സത്യാമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് രാഘവേട്ടൻ പറയുക, പൊന്നി അങ്ങനെ മുടങ്ങുന്ന ആളൊന്നും അല്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്യുന്നു പറയുന്ന ആളാണല്ലോ, ഇപ്പോൾ ഫോണുമില്ല ആളുമില്ല. ഒന്ന് സമാധാനപ്പെടേണ്ട ഫാമേ, അവളിങ്ങ് വന്നോളുവന്നേ. അപ്പോഴവിടെ നിന്ന് പിള്ള പറയുന്നുണ്ട്, രാഘവൻ സാറേ പിന്നൊരു കാര്യം, ആ സുബേർ മരിച്ച സ്ഥിതിക്ക് ആ അബൂബക്കർ ഒരു പിടുത്തം പിടിക്കും. അയാളുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം ആളൊരു വിഷവ, നല്ല ഒന്നാന്തരം കൂടിയേനം വിഷം. നമ്മുടെ ഏക ആശ്രയമായിരുന്നു സുബേർ. അത് പോയ സ്ഥിതിക്ക് ആ അബൂബക്കർ ഈ സ്വത്തുക്കളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. അത് കേട്ടിട്ട് സത്യാമ്മ പറയുന്നു, ഒരു കുഴപ്പവും വരത്തില്ല, നമ്മൾ കരാർ എഴുതിയേക്കുന്നത് 11 മാസത്തേക്കാണ്. അതിൽ ഒപ്പിട്ട ആളില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയായ മകൾ അവിടെ ഉണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമേ ആ കൊച്ചിന്. ഫാമേ, നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ നൂർജഹാൻ പറഞ്ഞില്ലെങ്കിലും അബൂബക്കർ അയാളുടെ ഭാര്യ സുബൈദയെ കൊണ്ട് പറയിപ്പിച്ചാലോ? സുബൈദ വന്ന് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇറങ്ങിക്കൊടുക്കാതെ വേറെ നിർവാഹമില്ല. സ്വത്തുക്കളുടെയൊക്കെ ഒരു പങ്ക് സുബൈദയ്ക്കും അവകാശപ്പെട്ടതാണല്ലോ. അപ്പോൾ പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മ പറയുക, എൻ്റെ പൊന്നി നിന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാ ഞാൻ. അതിന് സത്യാമ്മ, നമ്മൾ പോകേണ്ട സമയമായി വരുന്നതല്ലേ ഉള്ളു. നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നൂറിനെ എങ്ങാനും കണ്ടോ? യോ, ഞാൻ കണ്ടില്ല സത്യാമ്മേ. പാവം ആ പെങ്കൊച്ചിൻ്റെ ഒരു കഷ്ടകാലം. അപ്പനാണെങ്കിലും അമ്മയായാലും കൈകാല് തളർന്നായാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ബലമാണ്. അതില്ലാതാകുമ്പോഴേ അതിൻ്റെ വിലയും നഷ്ടമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ലെന്ന് പറയുന്ന പോലെ. അത് കേട്ടിട്ട് രാഘവേട്ടൻ പറയുന്നു, പോയതൊക്കെ പോയി, ഇനി നൂർജഹാൻ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ജീവിക്കാൻ പഠിക്കണം. അതിന് അബൂബക്കർ സമ്മതിക്കത്തില്ല എൻ്റെ രാഘവൻ സാറേ. ഇന്നിപ്പോൾ തന്നെ നമ്മളോട് അയാൾ കാണിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പിള്ളയും പറയുന്നുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടാകും. എല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ദൈവം തന്നെ ഒരു വഴി കാണിച്ചു കൊടുത്തോളും. പൊന്നി, ഇന്ന് എന്തായാലും ഞാൻ കച്ചവടത്തിന് വരുന്നില്ല. നിനക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ആ ഗീതാ ബേക്കറിയിൽ നിന്ന് ഇപ്പം 4-5 തവണ വിളിച്ചിരുന്നു. വട്ടയപ്പത്തിൻ്റെ ഒരു 4-5 പാക്കറ്റും കൂടെ എടുത്തോളാൻ പറഞ്ഞിരുന്നു. സത്യാമ്മ ഇപ്പം 4-5 ഓർഡറൂടെ കിട്ടിയിട്ടുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. അപ്പം നമ്മുടെ പുതിയ കൂട്ട് നല്ലതുപോലെ ഏറ്റിട്ടുണ്ട്. പുതിയ പരീക്ഷണങ്ങൾക്ക് ആൾ കൂടും. പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനി സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. ആ നസീറിനെയും കൂടെ കാണാത്ത സ്ഥിതിക്ക് ആ അബൂബക്കർ നമ്മുടെ നേരെ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഇതിനെല്ലാം ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സംഗതി എല്ലാം അവതാളത്തിലാവും എന്നൊക്കെ നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്. എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ രാഘവേട്ട, എന്നിട്ട് നമുക്ക് വഴി കണ്ടാൽ പോരെ. രാഘവൻ സാറേ, ഞാനെന്നാ അക്ഷയായി വരെ ഒന്ന് പോട്ടെ. ഈ അബൂബക്കർക്ക് പരിചയമുള്ള ഒരാൾ അവിടെ ഉണ്ട്, അയാളോട് എന്തെങ്കിലും പറ്റുമോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് പിള്ള അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ വിഷ്ണു ശാലിനിയും കൊണ്ട് കളക്ടർ ഓഫീസിലോട്ട് വന്നിരിക്കുക. ശാലിനി പെട്ടെന്ന് ഓഫീസിലോട്ട് പോകുമ്പോൾ വിഷ്ണു പുറകിനിയെന്ന് മേഡം എന്ന് ശാലിനി വിളിക്കുമ്പോൾ ശാലിനി ഇച്ചിരി ഗൗരവത്തോടെ, എന്താ അത് മേഡം, എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു. ജോലിക്ക് കയറിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലീവിൻ്റെ കാര്യത്തെയൊക്കെ കുറിച്ച്. അതുകൊണ്ടാണല്ലോ മേഡം ഞാനൊരു ഹാഫ് ഡേ ലീവ് ചോദിച്ചത്. വളരെ അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. എന്താ ഇത്ര വലിയ അത്യാവശ്യം? അത്യാവശ്യക്കാര്യം ആണെങ്കിൽ മാത്രം ലീവ് തരും, അല്ലെങ്കിൽ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. വിഷ്ണുവും പെട്ടെന്നൊരു ഗൗരവത്തോടെ, അതെ, കുറച്ച് വീട്ടു സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി കൂട്ടുകാരനെ പറഞ്ഞു വിട്ടിരിക്കുക. ശാലിനി ഒരു കളിയാക്കലോടെ ചോദിക്കുന്നു, വീട്ടു സാധനങ്ങളോ? അപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഈ വീട്ടു സാധനങ്ങളൊന്നും ഇല്ലേ? അയ്യോ, അതൊന്നും അല്ല മേഡം, ഞങ്ങളെ വേറൊരു വീട്ടിലോട്ട് താമസം മാറുക. ശാലിനി വിടുന്ന ഭാവമില്ല. അല്ല, ആരെയും ഞങ്ങൾ? ഞാനും എൻ്റെ ഭാര്യയും 2 കുട്ടികളും. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഒന്നും മേടിക്കാൻ പോകുന്നില്ലേ എന്നൊക്കെ ശാലിനി കളിയാക്കി ചോദിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മേഡം, എൻ്റെ ഭാര്യയോ? അതിനെ ഒന്നിനും വിടാതിരിക്കുന്നേ നല്ലത്. ഈ ചുക്കെന്ന് പറഞ്ഞാൽ പോയി ചുണ്ണാമ്പ് മേടിച്ചോണ്ട് വരും അവള്. വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തൊരു അമ്പലവാസി പെണ്ണാ. ജോലി കിട്ടുന്നതിന് മുമ്പ് കെട്ടിപ്പോയതുകൊണ്ടാണെങ്കിലോ ഇപ്പൊ കളഞ്ഞിട്ട് പോകാനും പറ്റുന്നില്ല. പിന്നെ പോരാത്തനോ 2 ഇരട്ടക്കുട്ടികൾ വരെ. അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കുവാ അവളെ. അല്ലെങ്കിൽ ഞാൻ അവളെ ഇപ്പോൾ ഒരൊറ്റ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്, എങ്ങനെയാ മേഡം ലീവിൻ്റെ കാര്യം ശരിയാക്കി തരുമോ? ഇപ്പം തന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. അപ്പോൾ അനു അതുവഴി വരുന്നുണ്ട്. അനു, ഇങ്ങോട്ട് വന്നേ, ഒരു പേപ്പറും ഒരു പേനയും ഇങ്ങോട്ട് തന്നെ. പെട്ടെന്ന് അനുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്തോ ഒന്ന് എഴുതുന്നുണ്ട്. എഴുതിയിട്ട് അനുവിൻ്റെ കൈ കൊടുത്തിട്ട് പറയുന്നു, അനു ഇന്ന് കളക്ടർ ഹാഫ് ഡേ ലീവാണ് കേട്ടോ. അത്യാവശ്യമായിട്ട് വല്ല കോള് വന്നാൽ എനിക്ക് ഫോർവേഡ് ചെയ്താൽ മതി കേട്ടോ അനു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയുന്നു, എന്നാൽ പോകാം എന്നും പറഞ്ഞ് 2 പേരും കാറിൽ കയറി പോവുകയാണ്. ഈ സമയം ശാരദാമ്മയും രോഹിത്തും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശാരദാമ്മ രോഹിത്തിനോട് പറയുന്നു, ആദ്യം മാർക്കറ്റിൽ കയറി കുറേ പച്ചക്കറി മേടിക്കുക,
പിന്നീട് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി. ശരിയെന്ന് രോഹിത്തും പറയുന്നു. ശാലിനിയും വിഷ്ണുവും കാറിൽ നല്ല റൊമാൻസ് മൂഡിലാണ്. ശാലിനി വിഷ്ണുവിൻ്റെ കാതിലൊക്കെ പിടിച്ച് തിരിയിട്ട് പറയുന്നത്, എന്നെക്കുറിച്ച് എന്താ പറഞ്ഞ്, യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണാണ്. അയ്യോ ശാലിനി, ഞാൻ അങ്ങനല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കളിയും ചിരിയാട്ടൊക്കെ അങ്ങനെ പോവുകയാണ്. ഏത് മാർക്കറ്റിലാണ് വിഷ്ണുവേട്ടായി പോകുന്നത്? വേണ്ട, ആ വളവില്ലേ, അത് കഴിഞ്ഞാൽ കാണുന്നത് മാർക്കറ്റാണ്. ആ കമലൻ അവിടെ ഒന്ന് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അങ്ങനെ ശാരദാമ്മയും രോഹിത്തും മാർക്കറ്റിൽ ഓട്ടോറിക്ഷയെ വന്നിട്ട് ഇറങ്ങുവാണ്. അവരുടെ പുറകിൽ തന്നെ വന്നിട്ടുണ്ട് ആ ഗുണ്ട ജോണും. കമലനും ആ മാർക്കറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ പരസ്പരം കാണുന്നില്ല. കമലൻ വിഷ്ണുവിനെയും ശാലിനിയും കാണാതെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴങ്ങോട്ട് വിഷ്ണുവും ശാലിനിയും വരുന്നുണ്ട്. ഏട്ടത്തിയമ്മ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കയറി സാധനങ്ങളൊന്നും മേടിച്ചില്ല. അതിനെന്താ കമല, നമുക്കെല്ലാം വേണ്ടത് വാങ്ങിക്കാമല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ കമലൻ പറയുന്നത്, ലിസ്റ്റ് അനുസരിച്ചാണ് വാങ്ങിക്കുന്നെങ്കിൽ ആദ്യം വാങ്ങിക്കേണ്ട ചട്ടിയാണ്, എന്നാൽ പിന്നെ ചട്ടിയുടെ വില നോക്കാം എന്ന് ശാലിനി പറയുമ്പോൾ കമലൻ അവരെയും വിളിച്ചുകൊണ്ട് ചട്ടി നോക്കാനായിട്ട് പോവുകയാണ്. ശാരദാമ്മയും രോഹിത്തും കൂടെ ആ പച്ചക്കറി കടയിൽ വന്ന് ഇഞ്ചിയും തക്കാളിയും കൊത്തമല്ലിയും കറിവേപ്പിലയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഗുണ്ട രോഹിത്തിനെ ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്കി നടക്കുവാണ്. രോഹിത്തിനെ കറക്റ്റായിട്ട് ഉന്നം നോക്കിയ റിവോൾവർ ഇങ്ങനെ കാഞ്ചി വലിക്കാൻ നോക്കുമ്പോൾ ആ സമയത്ത് ഒരു ചെറുക്കൻ വന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിങ്ങനെ നോക്കുവാണ്. അപ്പോൾ ആ ഗുണ്ടയ്ക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല തവണ അവൻ രോഹിത്തിനെ ഷൂട്ട് ചെയ്യാൻ നോക്കാം, പക്ഷേ അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം മുന്നിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെ ശാരദാമ്മയും രോഹിത്തും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വേറെ ഒരു കടയിലോട്ട് പോവാണ്. അവരുടെ പിന്നാലെ തന്നെ ഉണ്ട് ഗുണ്ട ജോണും. ശാലിനിയും വിഷ്ണുവും കൂടെ ചട്ടിയും കലമൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ വിലയെക്കുറിച്ചൊക്കെ ശാലിനി ചോദിക്കുന്നു. ഒരു 250 രൂപയെ കൂടുതലൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കമലൻ കയറി പറയുന്നു, അതൊന്നും പറ്റില്ല, ഒരു 500 രൂപയുടെ അങ്ങോട്ട് നോക്കിക്കോ എന്ന് പറയുമ്പോൾ ശാലിനി ഒരു നോട്ടം നോക്കുന്നുണ്ട് കമലിനെ. പെട്ടെന്ന് കമലൻ മാറ്റി പറയാം, 500ൻ്റെ എടുത്താലും ഞങ്ങൾ 250 തരത്തുള്ളൂ. ശാലിനിയും വിഷ്ണുവൊക്കെ അവിടെ നിൽക്കുന്ന ശാരദാമ്മ കണ്ട് ശാരദാമ്മ രോഹിത്തിനോട് പറഞ്ഞു, നോണ്ട രോഹിത്തെ, ശാലിനിയും വിഷ്ണു അല്ലേ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അവർ ശാലിനിയുടെ അടുത്തോട്ട് വരുവാണ്. അല്ല, നിങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നോടി എന്നും പറഞ്ഞ് ശാരദാമ്മ വന്ന് വിളിക്കുവാണ് ശാലിനിയെ. ശാലിനിക്ക് വലിയ സന്തോഷമായി ശാരദാമ്മയെ കാണുമ്പോൾ. പുതിയ വാടക വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ അമ്മേ, കുറച്ച് സാധനങ്ങൾ കൂടുതൽ മേടിക്കണമായിരുന്നു മോളെ, അപ്പോൾ കൂട്ടിന് ഇവനെയും കൂടെ വിളിച്ചോണ്ട് പോന്നതാ. രോഹിത്ത് അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഗുണ്ട ജോൺ അവിടെ വന്ന് വീണ്ടും ഉന്നം പിടിക്കുവാണ്. ശാരദമ്മ പെട്ടെന്ന് യാദൃച്ഛികമായിട്ടൊന്ന് തിരിയുമ്പോൾ തലയെ തൊപ്പിയൊക്കെ ഇട്ട് മറച്ചുകൊണ്ട് ഒരുത്തനിങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കി ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതാണ് ശാരദാമ്മ കാണുന്നത്. അവനങ്ങനെ ഷൂട്ട് ചെയ്യും, എടാ രോഹിത്തെ മാറിടാൻ പറഞ്ഞ് അലറിക്കൊണ്ട് ശാരദാമ്മ രോഹിത്തിനെ പിടിച്ച് തള്ളുവാണ്. ആ സമയത്ത് കമലൻ്റെ കയ്യിലൊരു കലം ഇരിപ്പുണ്ടായിരുന്നു. ആ കലത്തേലാണ് ബുള്ളറ്റ് കൊണ്ട് അങ്ങനെ കലം പൊട്ടിച്ചെതറുവാണ്. എല്ലാവരും പേടിച്ച് വിറച്ചുപോയി. വേണ്ട, അവനാ രോഹിത്തിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നും പറഞ്ഞ് ശാരദാമ്മ ബഹളം വെക്കുവാണ്. വിഷ്ണു അത് കണ്ടിട്ട് ഇടാ എന്നും പറഞ്ഞ് ഓടുവാണ് അവൻ്റെ പുറകിന്. വിഷ്ണുവും രോഹിത്തും ചേർന്ന് ഓടി വരുവാണ്. ശാരദാമ്മ വിളിച്ചു പോകുന്നുണ്ട്, അവനെ വിടരുത്, പിടിക്കണം അവനെ. ഗുണ്ടാജോണും കാണുന്നുണ്ട് അവൻ്റെ പുറകിന് ഇവർ ഓടി വരുന്നു. അവനും നല്ല സ്പീഡിൽ വെച്ച് ഓടുവാണ്. വിഷ്ണുവും കമലനും രോഹിത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഓടുവാണ്. പക്ഷേ ആ ഗുണ്ടയെ പിടിക്കാൻ അവർക്ക് പറ്റിയില്ല. വിഷ്ണു പറയുന്നുണ്ട്, ആ പന്നി രക്ഷപ്പെട്ടല്ലോടാ, അവൻ്റെ മുഖം എനിക്ക് ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ശാലിനി ചോദിക്കുന്നു, അമ്മ ശരിക്കും കണ്ടോ? ആരായിരുന്നത് മോളെ? ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രവുമല്ലല്ലോ, മുഖമൊക്കെ മറച്ചു വെച്ചിരിക്കുമല്ലേ. രോഹിത്തിനും ശാലിനിക്കുമൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ഉപേന്ദ്രൻ്റെ പണിയാണ്, ഇനി എന്തെങ്കിലും ഉടനെ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ ശാലിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. ചന്ദ്രബോസ് സുസ്മിതയോട് വന്ന് പറഞ്ഞ്, ഇടി ഇയാൾ എന്തോ പണിയാടി കാണിച്ചു വെക്കുന്നത്? ഒരുമാതിരി പേ പിടിച്ച നായെപ്പോലെ ഓടിച്ചാടി നടക്കുവാണ്. ഇനി അയാളുടെ തലയ്ക്ക് വല്ലതും സംഭവിച്ചോ എന്തോ. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളൊക്കെ ഓരോരോ രീതിയിലുള്ളതടി. എന്ത് ചെയ്യാനാ ചിറ്റപ്പ, പക കൂടിയേ അയാൾക്ക് പ്രാന്തായിട്ടുണ്ടാവും. ഒരു കൊലയാളിയെ വെച്ചോണ്ടാണ് ഇപ്പോഴത്തെ കളി മുഴുവനും. അവനാണെ മാങ്ങയ്ക്കിട്ട് ഉന്നം വെച്ചാലുണ്ടല്ലോ 2 കിലോമീറ്റർ അകലെയുള്ള ചക്കയ്ക്കാണ് പോയി കൊള്ളുന്നത്. ഇതിനെയൊക്കെ എവിടെ നിന്ന് ഇത്ര കറക്റ്റായിട്ട് ഒപ്പിച്ചുകൊണ്ട് വരുന്നോ ഈശ്വര. ഡേവിഡ് മാർട്ടിൻ, ജനനം ബോംബെയിലെ ജുഹു ബീച്ചിൽ. ആരോ കളഞ്ഞിട്ട് പോയ കുഞ്ഞിനെ എടുത്ത് വളർത്തിയതേ അറബിക്കടലാണെന്ന് തന്നെ പറയാം. കുറേ കാലം അവനങ്ങനെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് കാലം കഴിച്ചു. ഒടുവിലെ സിനിമാക്കാർക്കിടയിലെ കൊട്ടേഷൻ ഗ്രാൻഡ് ലീഡറായി. പിന്നീട് ആളെ കൊല്ലാൻ പാകത്തിന് ഒരുക്കിയെടുത്തതും വളർത്തിയതും ബോംബെയിലെ സിനിമാ ലോകം തന്നെ ആയിരുന്നു. മറ്റൊരു സ്റ്റണ്ട് മാസ്റ്റർമായിട്ടുണ്ടായി ഈഗോ ക്ലാഷിൻ്റെ പേരിൽ. അവിടുന്ന് മുങ്ങി. ഇപ്പോഴാണെങ്കിലോ കൊച്ചിയിൽ താമസം. എന്നിട്ടും അറബിക്കടലിനോടുള്ള അവൻ്റെ ചങ്ങാത്തം വിട്ടിട്ടില്ല. പോറ്റമ്മയ്ക്കൊപ്പം വോൾക്കാട്ടി പാലസിൻ്റെ എവിടെയോ ആണ് താമസം. ഇപ്പോഴാണെങ്കിലോ ഉപേന്ദ്രൻ്റെ കൊട്ടേഷൻ സ്വീകരിച്ച് ഇവിടെ തിരുവനന്തപുരത്തും. സുസ്മിത ഈ പറഞ്ഞതെല്ലാം കേട്ട് ചന്ദ്രബോസ് അങ്ങ് പൊട്ടിപ്പൊട്ടി ചിരിക്കുവാണ്.
എടി പൊന്നു മോളെ, ഞങ്ങളുടെ പോലീസ് റെക്കോർഡിൽ പോലും കാണത്തില്ലല്ലോ ഇത്ര കൃത്യമായി അവൻ്റെ ജാതകം. ഉപേന്ദ്രൻ ഒരുത്തൻ നമ്മളറിയാതെ ഇങ്ങനെ ഒരുത്തനെ തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോൾ അവൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഒന്ന് അറിയണമെന്ന് തോന്നി. സിനിമയിൽ ഉണ്ടയില്ലാത്ത തോക്കിൽ വെടിവെച്ച് പഠിച്ചവൻ ഉണ്ടയുള്ള തോക്കിൽ പിന്നെ വെടിവെച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. എടി മോളെ, ഇതിൻ്റെ പേരിൽ ബലിയാടാകാൻ പോകുന്ന ആരൊക്കെയാണെന്നറിയോ? നമ്മൾ രണ്ടുപേരുവാ. ഈ ശ്രീരഞ്ജിനി IPS അന്വേഷണം എന്നെയും നിന്നെയും കേന്ദ്രീകരിച്ച. ഇപ്പോഴാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള സംസാര വിഷയം എന്താണെന്നറിയോ? ഞാനാണ് ഉപേന്ദ്രന് ഗുണ്ടയെ ഏർപ്പാടാക്കി കൊടുത്തതെന്ന്. ചന്ദ്രബോസ് അങ്ങനെ പറയുമ്പോൾ സുസ്മിത പറയുന്നു, ഒന്നോർത്താൽ ഏതെങ്കിലും ഒരു രക്തക്കറയിൽ ഉപേന്ദ്രൻ അടങ്ങുമെന്ന് വിചാരിച്ചാൽ അങ്ങ് അടങ്ങട്ടെ എന്നാ എൻ്റെ വിചാരം. ഈ കാശ് പോയെന്നും പറഞ്ഞ് നമ്മുടെ പിന്നാലെയുള്ള ഈ നടപ്പങ്ങ് തീരുകയും ചെയ്യും. ചന്ദ്രബോസ് പറയുന്നു, രോഹിത്തിനും ശ്യാമയ്ക്കും ശാലിനി ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തന്നെ ഏർപ്പെടുത്തി കൊടുത്തിരിക്കുക. ഞാനും തന്ത്രപൂർവ്വം ഒഴിവാക്കി ഉപേന്ദ്രനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉപേന്ദ്രൻ ഏർപ്പാടാക്കിയ ഡേവിഡ് മാർട്ടിൻ കൃത്യമായിട്ട് വന്ന് ഉണ്ട കൊള്ളിക്കണം, എന്നാലേ മരണം നടക്കൂ. അതിനുള്ള ഗഡ്സ് ഈ വന്നവനുണ്ടോ? അല്ലെങ്കിൽ ഈ വന്നവനെ മുൻനിർത്തി നമ്മൾ കളിക്കണം. കുറ്റം അങ്ങനെ അവൻ്റെ തലയിൽ ചാർത്തി അവൻ അങ്ങനെ അകത്താകുകയും വേണം. സുസ്മിത ഇങ്ങനെയൊക്കെ ചന്ദ്രബോസിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ചന്ദ്രബോസ് അതിനെക്കുറിച്ച് ആലോചിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സുസ്മിതയുടെ വാക്കുപോലെ ചന്ദ്രബോസ് ചെയ്യുമോ, അതോ അതിനു മുൻപ് തന്നെ വിഷ്ണുവും രോഹിത്തും ചേർന്ന് ആ ഗുണ്ടാ ജോണിനെ പിടിക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.